എവിടെ കാണിച്ച്? ഹല്ലേലൂയ. വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. പുറപ്പാട് 20-ാം അധ്യായം 24-ാം തിരുവചനം. പുറപ്പാട് 20:24 വായിക്കാം. പുറപ്പാട് 20:24. നിങ്ങൾ എനിക്ക് മണ്ണ് കൊണ്ട്, ഉറക്കെ വായിച്ചേ, നിങ്ങൾ എനിക്ക് മണ്ണ് കൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം. ഉറക്കെ വായിച്ചോ. അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം. അടുത്ത വാക്യം ഉച്ചത്തി വായിക്കാം. ആ വാക്യം ഉച്ചത്തി വായിക്കാം. എൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. വാഗ്ദാനമാണിത്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനം. ദൈവം മാറ്റമില്ലാത്ത അവിടുത്തെ വചനത്തിൽ അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുന്നു. ഈ വാഗ്ദാനം വിശ്വസിക്കണം. കുഞ്ഞുങ്ങളൊക്കെ കാണാതെ പഠിക്കണം ഈ വചനം. പുറപ്പാട് 20:24. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഒന്ന് ഉറക്കെ വായിച്ചേ, ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. എൻ്റെ നാമം അനുസ്മരിക്കാൻ, വായിക്കേ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നോ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണം. വിശ്വസിക്കുന്നോ? അപ്പോൾ ഇതാണ് വിശ്വസിക്കുക. ഈ രാത്രി നമ്മളിത് വിശ്വസിക്കുകയാണ്. ഇത് നമ്മളിൽ സംഭവിക്കുകയാണ്. നമ്മളിത് വിശ്വസിക്കുന്നു. ഈ വചനം നമ്മളിൽ സംഭവിക്കുന്നു. വചനം ഇതാണ്: എൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ഈ കൂടാരം, ഈ വചന കൂടാരം ഒരുക്കിയത് പരിശുദ്ധാത്മാവാണ്. ദൈവം തീരുമാനിച്ചതനുസരിച്ചാണ് നമ്മൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് ഇപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുന്നത്. അപ്പോൾ ദൈവം ഒരുക്കി ഈ സ്ഥലത്ത് ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കപ്പെടുകയാണ്. ദൈവനാമം അനുസ്മരിക്കപ്പെടാൻ ദൈവം ഇടവരുത്തുന്ന എല്ലാ സ്ഥലത്തും വാഗ്ദാനം ഇതാണ്: അവിടുന്ന് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? എന്താ പറഞ്ഞേ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണം. നിങ്ങളിത് വിശ്വസിക്കുന്നോ? അപ്പോൾ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? എൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം. മത്തായി 18:20. മത്തായി 18:20. കിട്ടുന്നവർ ഉച്ചത്തിൽ വായിച്ചു കൊള്ളുക. മത്തായി 18:20 വായിക്കാം. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അത് ഇപ്പോൾ സംഭവിക്കും. കർത്താവ് പറയുകയാണ്: 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഈ വാഗ്ദാനം ദൈവം തരികയാണ്. ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ദൈവം ഇടവരുത്തുന്ന എല്ലാ സ്ഥലത്തും ദൈവം നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനം പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്. അതൊന്നൊക്കെ പറഞ്ഞേ. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായം എടുക്കാം. നിയമാവർത്തനം 28. നിയമാവർത്തന പുസ്തകം 28:10. നിയമാവർത്തനം 28:10 വായിക്കാം. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികരിൽ ഒരാളാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത്. അദ്ദേഹം റോമിലുണ്ടായിരുന്ന ഔദ്യോഗിക എക്സോർസിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ഇങ്ങനെയാണ്: ദ ഡെവിൾ ഈസ് അഫ്രെയ്ഡ് ഓഫ് മീ. പിശാചിന് എന്നെ ഭയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യർ തിരിച്ചാണ് പറയുന്നത്. എന്താണ്? നമുക്ക് പിശാചിനെ പേടിയാണെന്നാണ് മനുഷ്യർ പറയുന്നത്. അദ്ദേഹം പറയുകയാണ് പിശാചിന് എന്നെ ഭയമാണ്. ഏതൊരു വിശ്വാസിക്കും
നെഞ്ചു വിരിച്ച് പറയാൻ പറ്റും, സാത്താന് എന്നെ ഭയമാണ്. എനിക്ക് സാത്താനെ ഭയമില്ല, എനിക്ക് സാത്താനെ ഭയമില്ല, സാത്താൻ എന്നെ ഭയമാണ്. എന്താണ് കാരണം? നിയമാവർത്തനം 28:10, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം എന്താണെന്നറിയാമോ? ഈ നാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പിശാച് ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായം, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 17 മുതലുള്ള തിരുവചനം. ഈ നാമം സാത്താനെ ഭയപ്പെടുത്തുന്ന നാമമാണ്. ലൂക്കാ 10:17, 72 പേരും, ഉറക്കെ വായിക്കാം, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഉറക്കെ വായിച്ചോ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടോ. നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. മനസ്സിലായോ? ആരുടെ നാമത്തിലാണ് പിശാചുകൾ കീഴ്പ്പെടുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമം പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന നാമം, പിശാച് കീഴ്പ്പെടുന്ന നാമം, യേശുവിൻ്റെ നാമം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ കാണുകയാണ്. വായിക്കാം, 16 മുതൽ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16 മുതൽ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ, വായിക്കാം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. ഉറക്കെ വായിച്ചേ. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. ഉണ്ടോ? പിശാച് പുറത്തുപോയത് ആരുടെ നാമത്തിലാണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തൽക്ഷണം ആ ദുരാത്മാവ് പുറത്തുപോയി. ഇതാണ് പിശാച് ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. അത് ബലിഷ്ഠമായ ഗോപുരമാണ്. അത് മനുഷ്യർ ഭയപ്പെടുന്ന നാമമാണ്. ആ നാമം അനുസ്മരിക്കപ്പെടാൻ എവിടെ ദൈവം ഇടവരുത്തിയാലും അവിടെ ദൈവമായ കർത്താവ് സർവ്വപ്രതാപത്തോടെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിച്ച് കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 8 എടുക്കാം. 8-ാം സങ്കീർത്തനം വേഗം എടുത്തേ. 8-ാം സങ്കീർത്തനത്തിൽ മനോഹരമായൊരു കാര്യം പറയുന്നുണ്ട്. 2-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങൾ 8 വാക്യം 2 വായിക്കാം. സങ്കീർത്തനങ്ങൾ 8 വാക്യം 2. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. പറഞ്ഞേ ഹല്ലേലൂയാ. കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. സുശക്തമായ കോട്ട പണിയപ്പെടുന്നത്. കല്ലുകൊണ്ട് കോട്ട കെട്ടാം, കട്ട കൊണ്ട് കോട്ട കെട്ടാം, കോൺക്രീറ്റ് മതിലുകൾ കോട്ടയായിട്ട് മാറാം, വേലി പണിയാം, വേലി സംരക്ഷണ ഭിത്തി, വേലി മുള്ളുവേലി ഇടാം, അല്ലേ? കോൺക്രീറ്റ് മതിലുണ്ടാക്കാം, കല്ലുകൊണ്ട് കോട്ട പണിയാം. ഇങ്ങനെ പലതരത്തിലാണ് കോട്ടകൾ, മനുഷ്യനെ സംരക്ഷിക്കുന്ന കോട്ടകളുള്ളത്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സുശക്തമായ കോട്ട, ശത്രുക്കളും രക്തദാഹികളും നിശബ്ദരാകുന്ന സുശക്തമായ കോട്ട. ശത്രുക്കളും രക്തദാഹികളും അസ്ത്രപ്രജ്ഞരാകുന്ന, നിശബ്ദരാകുന്ന, സ്തബ്ധരാകുന്ന ആ ശക്തമായ കോട്ട, ആ സംരക്ഷണത്തിൻ്റെ കോട്ട. ആ കോട്ട കെട്ടപ്പെടുന്നത് ആയുധങ്ങളാലല്ല, ഈ ഭൂമിയിലെ അസംസ്കൃത വസ്തുക്കളാലല്ല. ആ കോട്ട കെട്ടപ്പെടുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഉപകരണങ്ങളാലോ ഉപാധികളാലോ അല്ല. ആ കോട്ട കെട്ടപ്പെടുന്നത് സ്തുതിഗീതങ്ങൾ കൊണ്ടാണ്, ആരാധനകൾ കൊണ്ടാണ്, പ്രാർത്ഥനകൾ കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ആ കോട്ട ഒരു പിശാചിനും ഒരു ദുഷ്ടമനുഷ്യനും തകർക്കാനാവാത്ത സംരക്ഷണത്തിൻ്റെ ഭിത്തി ദൈവം കെട്ടാൻ പോകുന്നത് പ്രാർത്ഥനയാകുന്ന, സ്തുതിഗീതങ്ങളാകുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അവിടെ പറയുകയാണ്, എന്താണ്? ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും എന്തുകൊണ്ടാണ്? അധരം കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി,
അതായത് ഈ കാര്യം എന്താ പറയുക, നമ്മൾ കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ സ്തുതിക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമുക്കിടയിൽ സന്നിഹിതനാണ്. അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെയെല്ലാം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 4:30 വായിക്കാം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ഒന്നുകൂടെ വായിച്ചേ. അവിടുത്തെ പരിശുദ്ധദാസനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ നീട്ടണമേ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ സഭ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ആരുടെ നാമത്തിൽ? അവരൊരുമിച്ച് കൂടിയ യേശുവിൻ്റെ നാമത്തിലാണ്. പത്രോസ് അപ്പസ്തോലൻ തടവിലാക്കപ്പെട്ടു. ശിഷ്യന്മാർക്ക് പീഡനങ്ങൾ ആരംഭിച്ചു. അപ്പസ്തോലന്മാരെ സെൻഹദ്രീൻ സംഘം താക്കീത് കൊടുത്ത് പറഞ്ഞയച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരക്ഷരം പോലും ഉച്ചരിക്കപ്പെടാൻ പാടില്ലെന്ന് അപ്പസ്തോല സംഘത്തിൻ്റെ പ്രതിനിധികളായ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചു വരുത്തി മുഖതാവിൽ സെൻഹദ്രീൻ സംഘത്തിൻ്റെ ഉന്നത നേതാക്കന്മാർ താക്കീത് കൊടുത്തു. മേലാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരക്ഷരം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ അവർ മോചിപ്പിക്കപ്പെട്ട അവർ സമൂഹത്തിലെത്തി. അവർ സമൂഹത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണിത്. ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അവർ സഭ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ദാഹത്തോടെ നിലവിളിയോടെ പ്രാർത്ഥിക്കുകയാണ്. പീഡനങ്ങളുടെ നടുവിൽ, വേട്ടയാടലുകളുടെ നടുവിൽ, സമൂഹത്തിൽ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ, ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ താക്കീത് കൊടുക്കണം. മേലാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരക്ഷരം പോലും പറയാൻ പാടില്ല. യേശു എന്ന പേര് പറയാൻ പാടില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഘോഷിക്കാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് ആ കാലത്തെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന മനുഷ്യർ താക്കീത് കൊടുക്കുന്ന സമയത്ത് ഇവർ മോചിപ്പിക്കപ്പെട്ട മനുഷ്യർ അവർ തിരിച്ചെത്തിയിട്ട് അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദൂത് ഈ രാത്രിയിൽ നിങ്ങളോട് പറയാം. എന്തെന്നറിയാമോ? വേട്ടയാടാൻ കാത്തിരിക്കുന്ന അധികാരികളും വേട്ടയാടാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമുള്ളൊരു കാലത്ത് ക്രിസ്ത്യാനി തൻ്റെ ശക്തി തെളിയിക്കേണ്ടത്, ദൈവം തങ്ങളുടെ ഇടയിൽ ജീവനോടെയുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ദൈവപ്രവർത്തികളിലൂടെയാണ്. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവർത്തികളിലൂടെയും ജീവിക്കുന്ന ദൈവം തങ്ങളുടെ ഇടയിലുണ്ടെന്ന് വിശ്വാസി ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് വേട്ടയാടുന്ന ഒരു ജനതയുടെ നടുവിൽ വിശ്വാസി തൻ്റെ സ്വത്വം തെളിയിക്കേണ്ടത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും ജീവനുള്ളൊരു ദൈവം ഞങ്ങൾക്കിടയിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവപ്രവർത്തിക്ക് മുമ്പിൽ മനുഷ്യന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫറവോയ്ക്കും ഫറവോയുടെ രഥത്തിനും കുതിരയ്ക്കും സൈന്യത്തിനും ദൈവം ഒരു കടല് പിളർന്ന് ജനത്തെ മറുകര എത്തിക്കുമ്പോൾ ദൈവപ്രവർത്തിക്ക് മുമ്പിൽ വാവൂട്ടി നിൽക്കാനേ പറ്റൂ. അങ്ങനെ അലറിയാർക്കുന്ന മഹാസാഗരം 2ആയി പകുത്ത് മാറ്റപ്പെട്ട ആ രാത്രിയിൽ ആ കടലിൽ ഒടുങ്ങാനായിരുന്നു വിശ്വാസത്തിന്റെ സുവിശേഷത്തിന്റെ ശത്രുക്കളുടെ വിധി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മളത് പ്രഖ്യാപിക്കുകയും നമ്മളത് അനുഭവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തു? താക്കീത് കൊടുത്തു. മനുഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മേലാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരക്ഷരം മിണ്ടിപ്പോരുന്നു. യേശു എന്ന നാമം മിണ്ടരുത്, നാവരിയുമെന്ന് പറഞ്ഞു. ഗാഗുൽത്താ മലയിൽ നിങ്ങളുടെ നാഥനെ, നിങ്ങളുടെ ഗുരുവിനെ കുരിശിൽ തറച്ച് ഇല്ലാതാക്കിയതുപോലെ അവൻ്റെ നാമത്തെ ഞങ്ങൾ ഇല്ലാതാക്കിയതുപോലെ നിങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന്, ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന് അധികാര കേന്ദ്രത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ജീവിച്ച മനുഷ്യര് വിളിച്ചു വരുത്തി താക്കീത് കൊടുക്കുമ്പോൾ ഈ അപ്പസ്തോല പ്രമുഖന്മാർ മടങ്ങിയെത്തിയിട്ട് അവരെന്തെന്നറിയാമോ? അവർ വേറെ ആളുകളെ കാണാൻ പോയില്ല. സ്വാധീനമുള്ളവരെ കാണാനോ രാഷ്ട്രീയക്കാരെ കാണാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാനോ ഒന്നും പോയില്ല. അവർ നേരെ എന്ത് ചെയ്തു? അവരുടെ പ്രാർത്ഥനാ മുറികളിലേക്ക് പോയി. അവർ സഭ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ജീവിക്കുന്ന ദൈവത്തെ വിളിച്ചിട്ട് അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു: അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? പോത്തങ്കോടുള്ള ദൈവസഭ
ഇത് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, ഈ ദേശത്ത് നീ കൈ നീട്ടണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ നീ കരം നീട്ടണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം ഒരു സ്ഥലത്ത് കരം നീട്ടിയാൽ പിന്നെ മനുഷ്യനതിനെ തടയാൻ പറ്റില്ല, മനുഷ്യനതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, മനുഷ്യനതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. നമ്മൾ ദൈവ ശുശ്രൂഷകൾ എവിടെ തുടങ്ങിയാലും ദുഷ്ട മനുഷ്യർ ആഭിചാരം, മന്ത്രവാദം, ഇതാണ് പല രീതിയിലാണ് അതിനെ തകർക്കാൻ നോക്കുന്നത്. ഒന്ന് സ്വാധീനങ്ങളിലൂടെ, കള്ളക്കേസുകൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടിക്കുക, അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ നടത്തി തരാതിരിക്കുക, ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കും ദൈവ ശുശ്രൂഷകളെ. പിന്നെ ചെയ്യുന്നത് എന്തെന്നറിയാമോ? ചില ദുഷ്ടമനുഷ്യർ മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് തകർക്കാൻ നോക്കും. ചില ആളുകളെ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു തിരിച്ച് ഇളക്കി വിടും. ഇങ്ങനെയെല്ലാം ദൈവസഭയെ, ദൈവമക്കളെ തകർക്കാൻ സാത്താൻ പലവിധമായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്: ജീവിക്കുന്ന ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ട്, ജീവനോടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ഈ രാത്രി പറയുന്നത്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചെന്നറിയാം, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ ശക്തരാക്കണമേ. ഇത് പ്രാർത്ഥിച്ച ഉടനെ എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ദൈവത്തിൻ്റെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇതിന് ദൈവം മറുപടി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ, അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 1 മുതൽ വായിച്ചു. അപ്പസ്തോല പ്രവർത്തനം 14:1 മുതൽ ഉറക്കെ വായിച്ചു. അവർ ഇക്കോണിയത്തിലെ, എല്ലാവരും വായിച്ചേ, അപ്പസ്തോലം 14:1 മുതൽ ഉറക്കെ വായിച്ചോ, കൊള്ളാം, നന്നായിട്ട് വായിച്ചോ. അവർ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ സാഹചര്യമാണ്. അതായത് സുവിശേഷത്തിന് സഭയ്ക്കുമെതിരെ എന്ത് ചെയ്തു? വിശ്വാസമില്ലാത്ത ആളുകളെ ഇളക്കി വിട്ടു. വിദ്വേഷം കൊണ്ട് നിറച്ചിട്ട് അവർ വന്നിട്ട് സഭയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ 3-ാമത്തെ വാക്യം, എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച്, വായിക്കാം, കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ഹല്ലേലൂയാ. മനസ്സിലായോ? ദൈവം വചനത്തെ സാക്ഷ്യപ്പെടുത്തും, ദൈവം വചനത്തെ സ്ഥിരീകരിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ദൈവം ഈ ലോകത്തിന് തെളിയിച്ചു കൊടുക്കും. എങ്ങനെയാണെന്നറിയാമോ? അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും. പറഞ്ഞേ ഹല്ലേലൂയാ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അത്ഭുതങ്ങൾ, അതായത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. വായിക്കുക, അത് ഹബക്കൂക്ക് 1:5. ഹബക്കൂക്ക് 1:5. അത് ഹബക്കൂക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മത്തായി എടുക്കുക. മത്തായി എടുത്തിട്ട് പുറകോട്ട് മറിച്ചാൽ മത്തായിയുടെ പുറകിൽ മലാക്കി കിടപ്പുണ്ട്. മത്തായിയുടെ പുറകിൽ ആര് നിൽപ്പുണ്ട്? മലാക്കിയുടെ പുറകിൽ സക്കറിയ നിൽപ്പുണ്ട്. ആരാണ്? മലാക്കിയുടെ പുറകിൽ ആര് നിൽക്കുന്നു? സക്കറിയായുടെ പുറകിൽ ഹഗായി ഇരിപ്പുണ്ട്. ഹഗായി ആരാണ്? ഹഗായിയുടെ പുറകിൽ സഫാനിയയുടെ പുറകിലാണ് ഹബക്കൂക്ക്. അല്ലെങ്കിൽ നിങ്ങൾ കിടന്ന് പാടുപെടും ഇത് കിട്ടാൻ. മനസ്സിലായോ? ഹബക്കൂക്ക് കിട്ടിയോ? ഹബക്കൂക്കിന്റെ പുസ്തകം എവിടെയാണ്? മത്തായിയുടെ പുറകിലാരാ? മർക്കോസോ? മലാക്കിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗായിയുടെ പുറകിലോ? സഫാനിയയുടെ പുറകിലോ? ഹബക്കൂക്ക്. അപ്പോൾ ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. ഹബക്കൂക്ക് 1:5 വായിക്കാം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. ഉറക്കെ വായിച്ചേ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. ആമേൻ പറയണം. ആമേൻ. ഇതൊക്കെ കേട്ട അപ്പം എന്ത് പറയണം? ആമേൻ എന്ന് പറയണം. അത് എന്നിൽ സംഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നല്ല കാര്യം കേട്ടാൽ അപ്പം തന്നെ എന്ത് പറയണം? ആമേൻ പറയണം. ആമേൻ. ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം, കേട്ടോണേ. പാലക്കാട് രൂപതയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ധ്യാനം നടക്കുകയാണ്. പാലക്കാട് ഒരു സ്ഥലത്ത് വെച്ച് ഡിവൈനിൻ്റെ ധ്യാനം നടക്കുന്ന സമയത്ത്
ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ ആരാധനയുടെ സമയത്ത് ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞു, പാലക്കാട് നിന്ന് ഒരു വൈദികനെ കേരള സഭയുടെ അഭിഷേകത്തിന് വേണ്ടി ദൈവമിതാ ഉയർത്താൻ പോകുന്നു. ഒരു സന്ദേശം. അപ്പം അച്ഛന്മാരൊക്കെ ഇത് കേട്ടു. ചിലർ വിശ്വസിച്ചു, ചിലർ സ്വീകരിച്ചു, ചിലർ അത് കേട്ടു. ആരും അത് കാര്യമായിട്ട് എടുത്തില്ല, സ്വീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛന്മാരുടെ മീറ്റിംഗ്, മാസമുള്ള അച്ഛന്മാരുടെ മാസധ്യാന മീറ്റിങ്ങിൻ്റെ സമയത്ത് അച്ഛന്മാരെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചായ കുടിക്കുന്നതിനിടയിൽ ഒരച്ഛൻ പറഞ്ഞു, നിങ്ങളറിഞ്ഞോ പാലക്കാട് കൺവെൻഷന് കൊച്ചുമാത്തി അച്ഛൻ ഇങ്ങനെ സന്ദേശം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് നിന്ന് ദൈവം സഭയുടെ അഭിഷേകത്തിന് വേണ്ടി ഒരു വൈദികനെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു. ഇത് കേട്ടുകൊണ്ട് അവിടെ ഒരച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ പേരാണ് ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ. അന്ന് അദ്ദേഹം ഒരു ഇടവകയിലെ, ചെറിയൊരു ഇടവകയിലെ വികാരി അച്ഛനാണ്. അദ്ദേഹം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ നോക്കിക്കോണേ, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചായ ഗ്ലാസ് താഴ്ത്തിയിട്ട് എന്നെ എന്താ പറഞ്ഞ് ഒന്നുകൂടെ പറയാൻ ചോദിച്ചു. അപ്പോൾ പറയാണ്, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്പം പരിഹാസത്തോടെ പറഞ്ഞു, പാലക്കാട് രൂപതയിൽ നിന്നൊരച്ഛനെ ദൈവം ഉയർത്താൻ പോകുന്നു എന്ന് സന്ദേശം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്താ പറയുക, അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. നേരെ കുടിച്ച ചായ ഗ്ലാസ് അവിടെ വെച്ചു. കുടിക്കാൻ നിന്നില്ല, ചായ കുടിക്കാൻ നിന്നില്ല, ഗ്ലാസ് അവിടെ വെച്ചു. നേരെ അവിടുന്ന് ഇറങ്ങി പള്ളിയിലോട്ട് പോയി, കർത്താവിൻ്റെ അടുത്തോട്ട് പോയി മുട്ടുകുത്തിയിട്ട് ചങ്കത്തടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ അത് ഞാനായിരിക്കണേ എന്ന് പറഞ്ഞു. കർത്താവേ അത് ഞാനായിരിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ സംഭവിച്ചത് ചരിത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ദൈവ വാഗ്ദാനം, ഒരു ദൈവ പൈതൽ കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ അത് നിന്നിൽ സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്, ജനതകളുടെ ഇടയിലേക്ക്, ഹബക്കൂക്ക് 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ശക്തമായിട്ട് ഹല്ലേലൂയാ. ഒന്ന് അതിനം തുറന്ന് ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. പോരാ, നന്നായിട്ട് സ്തുതിച്ചേ. അതിനം തുറന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ദൈവമേ മഹത്വം, ആരാധന 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 ആരാധന. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണ കർത്താവേ, രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കണ കർത്താവേ, വചനത്തെ സ്ഥിരീകരിക്കണമേ കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ശക്തമായിട്ട് കരങ്ങളടിച്ച് ആമേൻ. അപ്പോൾ ജനതകളുടെ ഇടയിൽ, ഹബക്കൂക്ക് 1:5 മറക്കരുത്. ഹബക്കൂക്ക് 1:5. ഹബക്കൂക്ക് എവിടെ? മത്തായിയുടെ പുറകിൽ ആരാ? മലാക്കിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗായിയുടെ പുറകിലോ? സഫാനിയുടെ പുറകിലോ? ഹബക്കൂക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. ഇനി അപ്പോൾ ദൈവം ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം എടുക്കാം. മത്തായി 16-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 19ഉം 20ഉം വായിക്കാം. 19ഉം 20ഉം രണ്ടും വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. മത്തായി 16, 19ഉം 20ഉം ഉറക്കെ വായിക്കാമോ? മത്തായി 16, മർക്കോസ് 16, 19ഉം 20ഉം വായിക്കാമോ? മർക്കോസ് 16, 19ഉം 20ഉം വായിക്കാമോ? എവിടെ? കർത്താവായ യേശു പറഞ്ഞേ, അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. ഒന്ന് നിർത്തിക്കേ. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു, ഉപവിഷ്ടനായി. അടുത്ത വാക്യം, അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ എന്ത് ചെയ്തു? സ്വർഗാരോഹണം. കേൾക്കുന്നുണ്ടോ? അവൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവൻ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നിട്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഞാനിവിടെ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നതിനെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് സ്ഥിരീകരിക്കാൻ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇരുന്നേ, പെട്ടെന്ന് ഇരുന്നോ, മോള് പോയിരുന്നു, ശ്രദ്ധിക്കേ. അതായത് വചനം പറയുകയാണ്, കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്ത്, ഹലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എന്ത് ചെയ്തു? പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി.
പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. പിന്നെന്ത് ചെയ്തു? ശിഷ്യന്മാരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി ഒന്ന് ശാന്തമായി ഇങ്ങോട്ട് നോക്കിയേ. അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു. എവിടെല്ലാം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ടോ അവിടെല്ലാം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അതുകൊണ്ട് ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഈ 2 ദിവസം വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ, വളരെ ധൃതിയിൽ ക്രമീകരിച്ച ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നു. ഞങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടു. ദൈവമേ, ഈ രാത്രിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് അവിടുന്ന് വചനത്തെ സ്ഥിരീകരിക്കണം. അവിടുന്ന് ജീവിതത്തിൻ്റെ ക്ലേശകരമായ മേഖലകളിൽ ഇടപെടണം. എന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തമായ ഇടപെടൽ ജീവിതങ്ങളിൽ ഉണ്ടാവാൻ ഇപ്പോൾ ആഗ്രഹിക്കണം. ശരിക്കും ദൈവത്തിൻ്റെ വലിയ 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 പ്രവൃത്തികൾ നടക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിശക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമേ ഇപ്പോൾ ഈ കൂടാരം മുഴുവൻ വന്ന് നിറയണം. ദൈവമായ കർത്താവേ, നിങ്ങളുടെ പാവപ്പെട്ട മക്കളുടെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോയെ അവിടുത്തെ കര നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിലും തകർച്ചകളിലും ദുശീലങ്ങളിലും തഴക്കദോഷങ്ങളിലും അസമാധാനവും ദൈവമേ സ്വസ്ഥതയില്ലാത്ത സാഹചര്യങ്ങളുമായി ദൈവമേ പ്രയാസപ്പെടുന്ന ജീവിതങ്ങളിൽ കർത്താവേ രാത്രിയിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്താം, ആരെയും ശ്രദ്ധിക്കരുത്. അല്പസമയം സ്വതന്ത്രമായിട്ട് ഒരു 5-10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഒരു നാണക്കേടും വിചാരിക്കാതെ, ഒരു ദുരഭിമാനവും വിചാരിക്കാതെ വിട്ടുകൊടുത്ത് സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. സ്തുതിക്കുന്ന പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ശക്തമായി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടും. ഇരിക്കാം. നമ്മളതുകൊണ്ട് ഈ ദൈവശക്തി നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ നിറയാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. പ്രഭാഷകൻ 32:11. പ്രഭാഷകൻ 32:11, 11, 12, 13. പ്രഭാഷകൻ 32:11, 12, 13 വായിക്കാം. തക്ക സമയത്ത് പോവുക, അവസാനത്തവൻ ആകരുത്. വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്നാൽ അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിന് ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കണം. വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യം ഞങ്ങൾ രാത്രി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ജീവിക്കുന്ന ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. ഭവനങ്ങളിൽ മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവമക്കളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. പ്രഭാഷകൻ 32:11 മുതൽ വായിക്കാം. തക്ക സമയത്ത് പോവുക. അതായത് കുടുംബനാഥന്മാരോട് പറയുകയാണ്, നിങ്ങൾ തക്ക സമയത്ത് വീട്ടിൽ പോകണം. അവസാനത്തവനാകാൻ നിൽക്കരുത്. വഴി തങ്ങി നിൽക്കരുത്. വീട്ടിൽ ചെന്ന് കയറാൻ അവസാനത്തവനാവാൻ നിൽക്കരുത്. നേരത്തെ വീട്ടിൽ പോകണം. പറയുകയാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ ചെല്ലണം. തക്ക സമയത്ത് പോകണം. അവസാനത്തവൻ ആകരുത്. അടുത്ത വാക്യം, വേഗം വീട്ടിൽ പോകണം. തങ്ങി നിൽക്കരുത്. ചേട്ടന്മാർ കേട്ടോ, തങ്ങി നിൽക്കരുത്. അവിടെ ഇവിടെയും ഓരോ പോക്കറ്റുകൾ ഉണ്ടാക്കി അവിടെ കള്ളും കുടിച്ച് തീട്ടും കളിച്ച് വെറുതെ വർത്താനം പറഞ്ഞ് വെറുതെ കൂടി നിന്ന ആളുകളെ പരിഹസിച്ച് അവിടെ നിൽക്കരുത്. കള്ളും കുടിച്ച് അവിടെ നിൽക്കരുത്. എന്ത് ചെയ്യണം? നേരത്തെ വീട്ടിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ചെന്ന്, വീട്ടിൽ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കണം. ദൈവം നമുക്ക് സന്തോഷിക്കാൻ തന്നിട്ടുള്ള മാർഗങ്ങളെല്ലാം, നമുക്ക് സന്തോഷിക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെ എല്ലാം സന്തോഷിക്കണം. എന്നിട്ട് പറയുകയാണ്, എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. കാരണം അവിടെ ചെന്നിരുന്നിട്ട് പിന്നെ അവിടെ വേറൊരു ബഹളം ഉണ്ടാക്കരുത്. മനസ്സിലായി? നേരത്തെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഒരു ബഹളം ഉണ്ടാക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അതായത് ഈ വീട് ഒരു നരകം ആക്കരുത്.
അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന വേറൊരു വചനമാണ്, വീട്ടിൽ സിംഹത്തെ പോലെ ആവരുത്. ചില ആളുകൾ അങ്ങനെയാണ്, വീട്ടിൽ എന്താണ് സിംഹത്തെ പോലാണ്, പുറത്തിറങ്ങിയ പാവമാണ്, വീട്ടിലാരാണ് സിംഹമാണ്, എല്ലാവരും കടിച്ചു കീറാൻ നിൽക്കുകയാണ്. എല്ലാവരെയും ഒരു കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല, എല്ലാവരും കടിച്ചു കീറാൻ നിൽക്കുകയാണ്, മാന്തി പറിക്കാൻ നിൽക്കുകയാണ് എല്ലാവരും. വീട്ടിൽ സിംഹത്തെ പോലെ, അത് അപ്പനും ആവാം, അമ്മയും ആവാം, മക്കളും ആവാം. വീട്ടിലിങ്ങനെ പിരിവരാൻ നിൽക്കരുത് മാന്തി പറിക്കാൻ വേണ്ടി. എന്ത് ചെയ്യണം? സിംഹത്തെ പോലെ ആവരുത്. വീട്ടിൽ ചെന്നിട്ട് അഹങ്കാരത്തോടെ സംസാരിച്ച് പാപം ചെയ്യരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി നീ സ്തുതിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയ മക്കളെ, ദൈവം തന്ന ദാനങ്ങൾക്ക് വീട്ടിലിരുന്ന് നന്ദി പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 27-ാമത്തെ അധ്യായം, പ്രഭാഷകൻ 27-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. നമ്മൾ അങ്ങനെ ഭവനത്തിൽ ദൈവത്തെ ആരാധിക്കാത്തവരാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പ്രഭാഷകൻ 27:3, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോവും. നിങ്ങൾ നശിച്ച കുടുംബങ്ങളെ നോക്കുക, നിലനിന്ന കുടുംബങ്ങളെ നോക്കുക. അതിവേഗം, അതായത് പ്രാർത്ഥന, അപ്പന് പ്രാർത്ഥനയുണ്ടെങ്കിൽ, അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ മക്കൾ നിലനിൽക്കും, തലമുറ നിലനിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം നമ്മളെ ഒരനുഗ്രഹമാവാനാണ് വിളിച്ചത്, ഒരനുഗ്രഹമാവാൻ. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം തിരുവചനം. 1 പത്രോസ് 3:9 വേഗം വായിക്കുക. 1 പത്രോസ് 3:9. 1 പത്രോസ് 3:9 വേഗം വായിക്കേ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. എന്നോട് എല്ലാവരും വായിച്ചേ. 1 പത്രോസ് 3:9 എല്ലാവരും കൂടെ വായിച്ചേ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ആരെങ്കിലും തിന്മ ചെയ്താൽ അവർക്കിട്ട് തിരിച്ച് തിന്മ ചെയ്യരുത്. ആരെങ്കിലും നിന്ദിച്ചാൽ അവരെ തിരിച്ച് നിന്ദിക്കരുത്. പിന്നെന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെ കർത്താവ് അതല്ലേ പറഞ്ഞേ? ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇവിടെ പറയുകയാണ്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. അടുത്ത വാക്യം, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കണ്ടോ? അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ. അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന തലവരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഒറ്റ ആൾ പോലും നശിച്ചു പോകാൻ പാടില്ല. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗധേയം, തലവര, പൈതൃകം. ദൈവം നമ്മളിൽ നിന്ന് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറണം, നമ്മളൊരു അനുഗ്രഹമാവണം. ഇതാണ് ഉൽപ്പത്തി 12:2 വായിച്ചേ. ഉൽപ്പത്തി 12:2 വേഗം വായിക്കേ. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ അനുഗ്രഹം ആർക്കാണ് ദൈവം കൊടുത്തത്? ഉൽപ്പത്തി 12 നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ അനുഗ്രഹം ആർക്കാണ് ദൈവം കൊടുത്തത്? അബ്രാഹത്തിന് ലഭിച്ച ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. അത് വായിക്കാം. ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം, ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം, 3-ാം അധ്യായത്തിൻ്റെ 13-14, ഗലാത്യർ 3:13-14 വായിക്കാം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളാണ്. അതായത് ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ രക്ഷിക്കും എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രക്ഷിച്ചു എന്നാണ്. രക്ഷിച്ചു. വിശ്വാസിക്ക് ശാപമാകാൻ കഴിയില്ല. നമ്മുടെ മേലൊരു ശാപം കിടക്കാൻ പറ്റില്ല. ആർക്കാണ്? വിശ്വസിക്കുന്നവന്. ഈ വചനമൊക്കെ വിശ്വസിച്ചാൽ
പെട്ടെന്ന് 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 തലേന്ന് ഓരോ സാധനങ്ങൾ പോവും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വായിക്കുക ഗലാത്യർ 3:13. പെട്ടെന്ന് വായിച്ചേ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞു തരാം, ആവർത്തിക്കണം. ക്രിസ്തു പറഞ്ഞേ, 15 പേര് പറയാതെ എല്ലാവരും പറഞ്ഞേ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ക്രിസ്തു എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അടുത്ത വാക്യം 14 വായിച്ചേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം യേശു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി കുരിശിൽ മരിച്ചത്. മരത്തിൽ തൂക്കപ്പെട്ട് ശപിക്കപ്പെട്ടവനായി യേശു കിടന്നത് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. എന്താണ് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം? അതാണ് നേരത്തെ വായിച്ചത്. നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും. മനസ്സിലാവുന്നുണ്ടോ? പള്ളിയിൽ വരുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, മാമോദീസ സ്വീകരിച്ച, ത്രിയേക ദൈവത്തിൻ്റെ ജീവൻ ഉള്ളിൽ കിടക്കുന്ന, പരിശുദ്ധാത്മാവ് നിറഞ്ഞ, വചനം വായിക്കുന്ന, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ തലവരെയാണിത്. അയാൾക്ക് ശാപമാകാൻ ഒരു സാധ്യത പോലും, വിദൂര സാധ്യത പോലുമില്ല. ശാപമാകാൻ പറ്റില്ല. വിശ്വസിച്ചോ? ഇത് വിശ്വസിക്കണം. വിശ്വാസം വഴിയാണ് സകല കൃപകളും വ്യാപരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. പറയണം, എനിക്ക് യേശുക്രിസ്തു എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതാണ്. അതുകൊണ്ട് എനിക്ക് ശാപമാകാൻ പറ്റില്ല. ഞാനൊരു അനുഗ്രഹമാവാനാണ് യേശു എന്നെ പ്രതി കുരിശിൽ മരിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ തലവര. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിൽ പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ഉയർച്ചയുടെ പേരല്ല അനുഗ്രഹം. നമ്മൾ ചില ആളുകളെ കാണുന്നുണ്ട്. എന്താണ്? പെട്ടെന്ന് ഒരു ജോലി കിട്ടി, ഇഷ്ടം പോലെ കാശ് പെട്ടെന്നുണ്ടായി, അടുത്തൊരു 5 കൊല്ലം കഴിയുമ്പോൾ പെട്ടെന്ന് തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ പേരല്ല അനുഗ്രഹം. ബൈബിളിൻ്റെ ഭാഷയിൽ കേൾക്കുന്നുണ്ടോ? ചായ വല്ലതും വേണോ? എന്നാൽ നേരെ ഇരുന്ന് ഒന്ന് ശ്രദ്ധിക്കും. അതായത് ഞാൻ രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണിത്. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്ന് വരുന്നത്. മനസ്സിലായി? അവിടെ താമസിച്ചുള്ള ധ്യാനം നടക്കുകയാണ്. എനിക്ക് നടു ഒടിഞ്ഞ് എൻ്റെ പുറമൊക്കെ പൊട്ടിയിട്ട് ഞാൻ വൈകുന്നേരം ഇരുന്നാണ് ക്ലാസ് എടുത്തത്, എനിക്ക് വയ്യാഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ വരുന്നത് നിങ്ങൾ ദൈവവചനം കേൾക്കട്ടെ എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ചടഞ്ഞുകൂടി ചാവാനിരിക്കുന്നവർ ഇരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ശ്രദ്ധിക്കട്ടോണം. എന്താ പറഞ്ഞേ? ബൈബിളിൻ്റെ ഭാഷയിൽ ഹല്ലേലൂയ. തമലമാണല്ലേ? ഹല്ലേലൂയ. തമലങ്കാർ വേണ്ടി വന്നു മാനം രക്ഷിക്കാൻ. അപ്പോൾ ഏതായാലും കേട്ടോണേ, ഈ ബൈബിളിൻ്റെ ഭാഷയിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചയുടെ പേരല്ല അനുഗ്രഹം. ബൈബിളിൻ്റെ ഭാഷയിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തലമുറയായി പടർന്നു കിടക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് ബൈബിളിൻ്റെ ഭാഷയിൽ. തലമുറയായിട്ട് കിടക്കുന്ന അനുഗ്രഹം. ഞാൻ ഇത് പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഒരു കുടുംബത്തിൻ്റെ ചിത്രം വരും. തിരുവനന്തപുരത്ത് പട്ടം കത്തീഡ്രലിൽ ഞാൻ ഒരു രാത്രി ജാഗരണ പ്രാർത്ഥന നടത്തുമായിരുന്നു എല്ലാ 2ാം വെള്ളിയാഴ്ചകളിലും. അപ്പം ഞാൻ അടൂര് കൊടുമൺ പള്ളിയിൽ വികാരിയച്ഛനായിട്ടിരിക്കുമ്പോഴും എല്ലാ 2ാം വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഈ ജാഗരണ പ്രാർത്ഥന നടത്തിയിട്ട് രാത്രിയിൽ തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ അവിടെ കുർബാനയുള്ളതുകൊണ്ട് രാത്രി തിരിച്ചു പോകും. അപ്പോൾ രാത്രി 12 മണി വരെയാണ് നൈറ്റ് വിജിൽ കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു പോകുന്ന സമയത്ത് വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ആഹാരം കഴിക്കലുണ്ടാവില്ല. ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഒത്തിരി വിശന്നാൽ പോകുന്ന വഴിക്ക് ഇവിടെ എന്തെങ്കിലും കഴിക്കും, തട്ടുകട എന്തെങ്കിലും കഴിക്കും. അപ്പോൾ എന്നോടൊരു ആ പള്ളിയിലെ പട്ടത്തെ ഒരു അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ രാത്രിയിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറിയാൽ നല്ല ചൂട് കഞ്ഞി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോവാം. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ ഉറങ്ങാതെ ആ വീട്ടിലെ ഇദ്ദേഹത്തിൻ്റെ എന്നെ വിളിച്ച ആ അധ്യാപകൻ്റെ അമ്മ ഉറങ്ങാതിരിപ്പുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നത് ഉപമ പഠിക്കാൻ വേണ്ടി പഠിച്ച പദ്യമാണെങ്കിലും
അതാണ് എനിക്ക് ഓർമ്മ വന്നത് അമ്മച്ചിയെ കണ്ടപ്പോൾ. ചന്ദ്രനെ പോലെ നിൻ മുഖം. സൗന്ദര്യമല്ലേ ഞാനീ പറയുന്നത്. ചില മനുഷ്യർക്കൊരു തേജസ്സുണ്ട്. തൊലിയുടെ നിറം അല്ല ഈ പറയുന്നത്. ഇത് കറുപ്പായാലും വെളുപ്പായാലും ചില മനുഷ്യർക്കൊരു തേജസ്സുണ്ട്. ഈ ദൈവത്തെ വിളിക്കുന്നവനും ഈശ്വര ചൈതന്യം, ദൈവ ചൈതന്യം ഉള്ളവനും ദൈവ തേജസ്സുണ്ട്. തേജസ് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഈ അമ്മച്ചിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ വിളിക്കുന്ന അമ്മയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന അമ്മയാണെന്ന്. ഈ കുറ്റവും കുറവും പരാധീനതയും വിമർശനവും പരിഹാസവും ഒക്കെ ആയിട്ട് നടക്കാത്ത ദൈവത്തെ ആരാധിക്കുന്ന നല്ല അമ്മയാന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല രാജ്ഞി ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നിരുന്നു അമ്മച്ചി. അപ്പോൾ എനിക്ക് കഞ്ഞിയൊക്കെ വിളമ്പി തന്ന് ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ 3 മക്കളുണ്ട്. ഇദ്ദേഹത്തിന് 3 ആൺമക്കൾ. 3 ആൺമക്കളെയും അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി. 3 ആൺമക്കളും ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ 3 പേരും ജീസസ് യൂത്ത്, MCYM, അതുപോലെ തന്നെ ആത്മീയ ശുശ്രൂഷകൾ, ധ്യാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന 3 ആൺമക്കൾ. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തത്, ദൈവമേ, ഞാൻ 3 തലമുറയെ കാണുകയാണ്. ചന്ദ്രനെ പോലെ വിളങ്ങുന്ന ഒരമ്മച്ചി. ആ അമ്മച്ചിയുടെ മദ്യപാനികളെ വീണ്ടെടുക്കാൻ വേണ്ടി തീരപ്രദേശത്തുള്ള കുടുംബങ്ങളിൽ കയറി ഇറങ്ങി മദ്യപാനികളോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ ധ്യാനത്തിന് കൊണ്ടുപോയി അവരെ ഡി അഡിക്ഷൻ ശുശ്രൂഷ ചെയ്ത് സഹായിക്കുന്ന ആ അമ്മച്ചിയുടെ മകൻ, ആ മകൻ്റെ 3 ആൺമക്കൾ. ഇതാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ അനുഗ്രഹം. 1-ാം തലമുറ, 2-ാം തലമുറ, 3-ാം തലമുറ. പെട്ടെന്നൊരു 5 കൊല്ലം കൊണ്ട് കുറച്ച് പണമുണ്ടായി, പെട്ടെന്നൊരു വീട് വെച്ചു, ഒരു വലിയ വണ്ടി വാങ്ങിച്ചു, അതിലേയും തെക്കും വടക്കം നടന്നു, ദാ നടുവും കുത്തി നേരെ വന്നതിനേക്കാൾ താഴോട്ട് പോയി. ഇതിൻ്റെ പേരല്ല അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം, തലമുറയുടെ അനുഗ്രഹം. ഇഷ്ടം പോലെ കാശുണ്ടായി, കുറേ അതായി, തോട്ടം വാങ്ങിച്ചു, വീട് വാങ്ങിച്ചു, വലിയ വണ്ടി വാങ്ങിച്ചു, പിള്ളേരെല്ലാം കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി പല വഴിക്ക് പോയി തീർന്നു. ഡും. ഇതിൻ്റെ പേരല്ല അനുഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൻ്റെ ഭാഷയിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തലമുറകളായി നിലനിൽക്കുന്ന അനുഗ്രഹം. ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു, നിത്യതയിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നു. അതാണ് ബൈബിളിൻ്റെ ഭാഷയിൽ അനുഗ്രഹം. അപ്പോൾ അബ്രാഹത്തോട് പറയുകയാണ്, നിന്നെ ഞാൻ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ വായിച്ചത് പ്രഭാഷകൻ 27:3, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോവും. അതായത് പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, നോമ്പെടുക്കത്തില്ല, എല്ലാ താൽക്കാലിക കാര്യം പറഞ്ഞ് മാറ്റി. ഒരു ദിവസം പള്ളിയിൽ പോയില്ലേ ഇപ്പം എന്ത്, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലേ ഇപ്പം എന്ത്, ഒരു ദിവസം തുണി ഉടുത്തില്ലല്ലോ ഇപ്പം എന്നാരും പറയുന്നില്ലല്ലോ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്നാരും പറയുന്നില്ലല്ലോ, ഒരു ദിവസം പള്ളി പോയില്ലേ എന്ത്, ഒരു ദിവസം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. പെട്ടെന്നാണ് അതിൻ്റെ നാശം. അതുകൊണ്ട് കുടുംബം നിലനിൽക്കണോ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, കാത് തുറന്ന് കേൾക്കണം. കുടുംബം നിലനിൽക്കണോ, ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ചോദിക്കും, അതെന്തിനാണ് നമ്മളല്ലാതെ പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ, വീട്ടിൽ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഞാൻ ചില കാരണങ്ങൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം. മടുത്തോ? ഇല്ലെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ നിർത്തും. ഇല്ലാന്ന് പറഞ്ഞോണം. മടുത്താലും മടുത്തില്ലെന്നേ പറയാവൂ. അപ്പോൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഉൽപ്പത്തി 3:17-18 ഉറക്കെ വായിക്കാം. ആദത്തോട് അവിടുന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ആദത്തോട് ദൈവം പറയുകയാണ്, തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ മരത്തിൻ്റെ പഴം പെണ്ണിൻ്റെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ നീ കഠിനാധ്വാനം കൊണ്ട് അതിൽ നിന്ന് കാലയാപനം ചെയ്യും. 18-ാമത്തെ വാക്യം വായിച്ചേ. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദം പാപം ചെയ്തപ്പോൾ
ആദത്തിന് മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത്. ആദം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ആദം ചവിട്ടി നിന്ന മണ്ണ് മലിനമായി. ആദം ചവിട്ടി നിന്ന മണ്ണ് മലിനമായി. അത് മുള്ളുകളും മുൾച്ചെടികളും മുളപ്പിക്കാൻ തുടങ്ങി. ഒരിക്കൽ കൂടെ വായിക്കാമോ? 17-18. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, വായിക്കാം. തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. വായിക്കാം. ആയുഷ്കാലം മുഴുവൻ നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. ഇനി മറ്റൊരു വചനം, യെശയ്യാ പ്രവചനം 24-ാം അധ്യായം. യെശയ്യാ 24, യെശയ്യാ 24, 1 മുതൽ വായിക്കാം. കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവും ആക്കി തീർക്കും. അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമർണനും അധമർണനും ഒന്നുപോലെ സംഭവിക്കും. 3-ാമത്തെ വാക്യം, ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. കണ്ടോ, ആ വാക്യം ശ്രദ്ധിച്ചോ. ഭൂമി അതിൽ വസിക്കുന്ന ആളുകൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും. എന്നെ കേൾക്കാവോ? ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ 2 വാക്യങ്ങൾ വായിച്ചു. ഉൽപ്പത്തി 2-ൽ നിന്നും വായിച്ചു, യെശയ്യാ 24-ൽ നിന്നും വായിച്ചു. നന്നായിട്ട് തന്നെ എല്ലാവരും നോക്കിയെന്നെ, എല്ലാവരും നോക്കി. അതായത് ഇവിടെ പറയുകയാണ്, ഭൂമി മലിനമായി. ഭൂമി എങ്ങനെയാണ് മലിനമായത്? അതിൽ വസിച്ച ആളുകൾ വഴി മലിനമായി. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി താമസിച്ചാലും നമ്മൾ താമസിക്കുന്ന സ്ഥലം കോടാനുകോടി വർഷങ്ങളായി മനുഷ്യൻ ജീവിച്ച് മരിച്ച ഒരു ഭൂമിയാണ്. ഇപ്പം നിങ്ങൾ പോത്തൻകോട് താമസിക്കുന്നു. പോത്തൻകോട് നിങ്ങളല്ല ഇവിടെ ആദ്യത്തെ നിവാസികൾ. പോത്തൻകോടിലെ ആദിമവാസികൾ നിങ്ങളല്ല. നിങ്ങൾക്ക് മുമ്പേ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യർ ജീവിച്ച് മരിച്ചൊരു മണ്ണിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ, നിങ്ങൾ നടക്കുന്ന റോഡുകൾ എല്ലാം കോടാനുകോടി മനുഷ്യർ ജീവിച്ച് മരിച്ചൊരു മണ്ണാണ്. കോടാനുകോടി മനുഷ്യരുടെ കോടാനുകോടി പാപം വീണ ഒരു മണ്ണിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഈ മണ്ണ് മനുഷ്യൻ്റെ പാപം കൊണ്ട് മലിനമായ മണ്ണാണ്. നിങ്ങൾ കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ താമസിക്കുന്ന സ്ഥലം നമുക്കെതിരാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെ താമസിച്ചാലും, നിങ്ങൾ തങ്കം കൊടുത്ത് പൊന്ന് വാരി വിതറിക്കൊടുത്തിട്ടാണ് നിങ്ങൾ മണ്ണ് വാങ്ങിച്ചതെങ്കിലും നിങ്ങൾ താമസിക്കുന്ന മണ്ണ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ താമസിക്കുന്ന മണ്ണ് നിങ്ങൾക്കെതിരാണ്, ഒരു സംശയം വേണ്ട. അതിന് നിങ്ങൾ ഏത് പള്ളിയുടെ അടുത്ത് സ്ഥലം വാങ്ങിച്ച് താമസിക്കുന്നെങ്കിലും, നിങ്ങൾ പള്ളിക്കകത്താണ് താമസിക്കുന്നതെങ്കിലും, നിങ്ങൾ താമസിക്കുന്ന മണ്ണ്, എല്ലാവരും ഞാനും നിങ്ങളും താമസിക്കുന്ന മണ്ണ് നമുക്കെതിരാണ്, ഒരു സംശയം വേണ്ട. കാരണം അത് മനുഷ്യൻ്റെ പാപം വീണ അശുദ്ധമായ മണ്ണാണ്. ആ മണ്ണിൽ ഒരു വിശ്വാസി അനുഗ്രഹമാകണമെങ്കിൽ ആ മണ്ണിൽ നീ ദൈവത്തെ വിളിക്കണം. ആ മണ്ണിൽ നീ ദൈവത്തെ ആരാധിക്കണം. ആ മണ്ണിൽ നീ യേശുവിനെ വിളിച്ച് ഇറക്കണം. ആ മണ്ണിൽ യേശു നടക്കണം. ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന സകല കാര്യത്തിനുമെതിരായി നിനക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് നീ താമസിക്കുന്ന വീടും നീ താമസിക്കുന്ന മണ്ണും നിനക്കെതിരെ നിൽക്കും, ഒരു സംശയം വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായ? ഒരൊറ്റ ദിവസം കുടുംബത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നീ മനസ്സിലായിക്കോണം, ഈ വീട് നിനക്കെതിരായി. ഇവിടെ ദൈവം ഇറങ്ങി വരണം. ഞാനിത് ഒരുപാട് അനുഭവങ്ങളുടെയും ഒരുപാട് ജീവിത ബോധ്യങ്ങളുടെയും വെളിച്ചത്തിൽ നിങ്ങളോട് പറയുന്നതാണ്. വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവപ്രവൃത്തി വീട്ടിൽ തുടങ്ങും. വീട്ടിൽ പ്രാർത്ഥിക്കാൻ എന്നറിയാം, ഒത്തിരി കാര്യങ്ങൾ നമുക്കെതിരെ ഉണ്ട് ഓരോ സ്ഥലത്തും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമുക്കെതിരെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ തടഞ്ഞുകൊണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ സുവിശേഷം പറയാനായിട്ട് ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ
ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ സുവിശേഷം പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തായിരുന്ന അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഈ ഗ്രാമത്തിൽ നമുക്ക് പോകുമ്പോൾ എപ്പോഴും പ്രശ്നമാണ്. ഞങ്ങൾ അവിടെ പോകുമ്പോഴൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ വരണം, നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ ഞങ്ങളെ അവിടേക്ക് വിളിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് തലേന്ന് ഞങ്ങൾ ചെന്നു. പിറ്റേ ദിവസം രാവിലെ ആളുകളൊക്കെ വയലിലൊക്കെ പണിക്ക് പോകുന്നവരാണ്. അവർ പണിയൊക്കെ കഴിഞ്ഞിട്ടൊരു 11:30 മണിക്ക് അവർ തിരിച്ചു വരും. വയലിൽ നിന്ന് ഒരു 11:30 മണിക്ക് വരുമ്പോൾ അപ്പോഴേക്കും ചെന്നാൽ മതി. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുർബാനയെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ ചെറിയൊരു പനിയും വയറിനൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മണിക്കൂർ ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളൊരു പോകാറാകും 11 മണിക്ക് പോയാൽ മതി, അരമണിക്കൂറേ ഉള്ളൂ, ഒരു 11 ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നിട്ട് ഞാൻ ഉണരുമ്പോൾ ഞാൻ വാച്ചിൽ നോക്കുമ്പോൾ വൈകിട്ട് 5:30. കേട്ടോണം നിങ്ങൾ, വൈകിട്ട് 5:30. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും അവിടെ ഉണ്ടായിരുന്ന അച്ഛനും ബോധം കെട്ട് കിടന്ന് ഉറങ്ങുന്നു. വൈകിട്ട് 5:30. നിങ്ങൾ ഓർത്തോണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ അവിടേക്ക് കയറാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് എതിരെ നിൽക്കും, എതിരെ. ഇപ്പം ഞങ്ങൾ ആളുകളെ വിളിച്ച സമയത്ത് അവർ പറയാണ്, എല്ലാവരും വന്നിട്ട് തിരിച്ചു പോയി നിങ്ങളെ കാണാഞ്ഞിട്ട്. ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, 5:30 ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഉള്ളവർ മതി, ഞങ്ങൾ വരികയാണ്. പിന്നെ പെട്ടെന്ന് പോയി. വലിയൊരു പോരാട്ടമായിരുന്നു ആ ദിവസം, വലിയൊരു പോരാട്ടം. പക്ഷെ ദൈവം വലിയ വലിയ കൃപ തന്നു. ഇപ്പം അവിടെ നമുക്കൊരു പള്ളിയുണ്ട് ആ സ്ഥലത്ത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ദൈവം വലിയൊരു കൃപ, വലിയൊരു കൊയ്ത്ത് തന്നു അവിടെ, വലിയൊരു കൊയ്ത്ത്. ആത്മാക്കൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നറിയാമോ? ഇതിങ്ങനെ ഒരു ഫോഴ്സ് നമുക്കെതിരെ നിൽപ്പുണ്ട്, മണ്ണ് നമുക്കെതിരെ നിൽപ്പുണ്ട്, ഒരു ശക്തി നമുക്കെതിരെ നിൽപ്പുണ്ട്. നമുക്ക് ഒരു കാര്യം നമ്മളെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് അനുഭവം ഉള്ളതല്ലേ, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത് ചെയ്യാൻ അതിനെതിരെ ഒരു തടസ്സം ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ദൈവമക്കൾ ഇതിനെ അതിജീവിക്കുന്നതെന്ന് അറിയാമോ? അതായത് നിങ്ങൾക്ക് അതായത് ഈ പോത്തങ്കോട് ചന്തയിൽ ചെല്ലണം. ചന്തയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു നല്ല പായ വാങ്ങണം. പായ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? പായ എന്താ പറഞ്ഞേ? കിടക്കുന്ന പാ. അത് തന്നെ, കിടക്കുന്ന പാ. അത് വാങ്ങണം. കിടക്കാനല്ല, അതെന്തിനാണെന്നറിയാം? അത് വിരിക്കണം, എന്നിട്ട് അതിലിരിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ പേരാണ് പ്രാർത്ഥനാ പായ. അത് വാങ്ങണം, അത് വിരിക്കണം, അതിലിരിക്കണം, അതിലിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? ഓരോ വീട്ടിലും ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥനാപ്പായ വിരിച്ച് വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കണം. ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വീട്ടിൽ സംഭവിക്കാൻ അത് ഉഴപ്പരുത്. കുടുംബനാഥന്മാർ ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രാർത്ഥന കഴിയാൻ നിൽക്കരുത് വീട്ടിൽ വരാൻ. അതാണ് ഞാൻ ആദ്യം വായിച്ച വചനം. അവസാനത്തവനാകരുത്, തങ്ങി നിൽക്കരുത്, വേഗം വീട്ടിൽ പോകണം. അവിടെ ചെയ്ത് നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന് നന്ദി പറഞ്ഞ്, ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ വീണ്ടെടുക്കണം. നമ്മൾ ജീവിക്കുന്ന മണ്ണ് ദൈവത്തിൻ്റെതാക്കി മാറ്റണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ എന്തെന്നറിയാമോ? കുട്ടിക്കാലത്ത്, അറിവില്ലാത്ത കാലത്ത് ഞാൻ ഒത്തിരി പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വല്യമ്മച്ചിയെ 102 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പൻ്റെ അമ്മ മരിച്ചത്. 102 വയസ്സ്. അപ്പം ഈ അമ്മ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഈ അമ്മച്ചിയെ ഞാൻ കാണുന്ന കാലത്തെല്ലാം എൻ്റെ മനസ്സിൽ ഈ അമ്മച്ചിയെക്കുറിച്ചുള്ള ചിത്രം ഇതാണ്. ചിത്രം എന്തെന്നറിയാമോ? അപ്പൻ്റെ അമ്മയാണേ, ഒരു കീറ്റ തോർത്ത് തലയിലിട്ട് കട്ടിലേൽ ഇങ്ങനെ ആടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഞങ്ങൾ പിള്ളേരെഴുന്ന സമയത്തൊക്കെ ഞങ്ങൾ അമ്മച്ചി ഇങ്ങനെ കുറ്റം പറയും. ഇങ്ങനെ വെറുതെ ഇരുന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് അത് രാവിലെ തിരുസന്നിധി എന്ന് പറഞ്ഞ് പാടും. നമ്മൾ ഉറങ്ങുന്ന സമയമാണിത്. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട്, അമ്മച്ചി രാവിലെ ആയില്ല അമ്മച്ചി, മനമേ പക്ഷിഗണങ്ങൾ എന്ന് പറഞ്ഞ അമ്മച്ചി, മനമേ പക്ഷിഗണങ്ങൾ ഉണർന്ന് നിന്നെ സ്തുതിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു, അമ്മച്ചി പക്ഷിയൊന്നും ഉണർന്നിട്ടില്ല അമ്മച്ചി മാത്രമേ ഉണർന്നിട്ടുള്ളൂ, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാം അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുമായിരുന്നു.
അമ്മച്ചി 102 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് ആദർശനും ഞാനും കൂടെ അമ്മച്ചിയെ പോയി കണ്ടായിരുന്നു. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, ഇരിക്ക് കാപ്പി ഇടാന്ന്. അനങ്ങാൻ പോലും വയ്യ. നോക്കിക്കോണേ, ഈ പാവം വല്യമ്മ ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥിച്ചിരുന്നതിൻ്റെ ഈ മിച്ചമാണ് ദേ ഇങ്ങനെ 6 അടി പൊക്കത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാവം വല്യമ്മ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഒരു ഇതുപോലെ കറുത്ത പുറഞ്ചിട്ട് ഇട്ട് ഒരു ബൈബിളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഒരു വന്ന കണ്ണാടിയൊക്കെ വെച്ച്, ഒരു ഗ്ലാസ്സേ ഉള്ളെന്ന് തോന്നുന്നു, ഒരു ഗ്ലാസ്സേ ഉള്ളൂ, മറ്റേത് ഓട്ടയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വന്ന കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ചുമ്മാ ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ച് 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 ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവമേ, ഏതോ ഒരു വഴിക്ക് പോയിരുന്ന എന്നെ കോളറിന് പിടിച്ച് നിർത്തിയിട്ട് കയ്യിലൊരു വേദപുസ്തകം വെച്ച് തന്ന് തലക്കൊരടിയും തന്ന് നീ തിരിച്ച് വചനത്തിന് വേണ്ടി മാറ്റി നിർത്തുമ്പോൾ അതെന്തിന്? ഒരു പാവം വല്യമ്മ രാവും പകലും ഇരുന്ന് കരഞ്ഞതിൻ്റെ മിച്ചമാണത്. കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. മക്കൾക്കും തലമുറയ്ക്കും കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തുവെച്ച ബാങ്ക് ബാലൻസുകളല്ല, അവർക്ക് വേണ്ടി കാത്തുവെച്ച പ്രാർത്ഥനയുടെ നിക്ഷേപമാണ്. പ്രാർത്ഥന ഇങ്ങനെ കൂട്ടി 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 ഇട്ടിട്ടുണ്ട് വീട്ടിൽ. ഇന്ന് നിങ്ങളെ അവർ തള്ളിപ്പറയും. ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോയതിൻ്റെ പേരിലും പ്രാർത്ഥിച്ചതിൻ്റെ പേരിലും മക്കൾ നിങ്ങളെ ദുഷിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കും. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ജപ്തിയും കടവുമാണെന്ന് അവർ നിങ്ങളെ പരിഹസിക്കും. ഒരു കാലത്ത് അവർ നിങ്ങളുടെ മുമ്പിൽ വാ പൊത്തി കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാലത്ത് അവർ പറയും, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മ എൻ്റെ വല്യപ്പനും പ്രാർത്ഥിച്ചതിൻ്റെ മിച്ചമാണ് ഞാനിങ്ങനെ ഇന്ന് ജീവനോടെ നിവർന്നു നിൽക്കുന്നതെന്ന് വരും കാല തലമുറകൾ കണ്ണീരോടെ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കണം. നാളെ ഒരു കാലത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ വിലയെ മനുഷ്യർ ഓർത്തിരിക്കത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ വിളിച്ചതിൻ്റെ കാര്യമേ നാളെ അവർ ഓർത്തിരിക്കത്തുള്ളൂ, വേറെ ഒന്നും അവർ ഓർത്തിരിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ ഒരൊറ്റ ദിവസം പോലും പ്രാർത്ഥന മുടക്കരുത്. അതിനേക്കാൾ വലിയൊരു കാര്യം വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം അതാണ് ഈ വചനം പറഞ്ഞത്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും എന്ന് പറഞ്ഞ്. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു. അപ്പം അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും കണ്ടില്ല എന്നൊന്നും ഓർത്ത് നിരാശപ്പെടാൻ പാടില്ല. ഒരു വചനം പെട്ടെന്ന് വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായം. 5-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം. 1 പത്രോസ് 5:6 വായിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. ഇത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ വചനം കേട്ടോ? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കേട്ടോ ഞാൻ പറഞ്ഞ വചനം? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. എങ്ങനെ ഇത് ഏൽപ്പിക്കുന്നത്? ഇതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. എല്ലാ കാര്യവും നിങ്ങൾക്ക് സങ്കടമുണ്ട്, അതെന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് പ്രാർത്ഥനാപ്പായ വിരിച്ച് വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോട് നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവിനോട് അതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു വചനം വായിച്ച് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും
കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നിനെക്കുറിച്ചും ഒറ്റ കാര്യം ചെയ്താൽ മതി, അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്നാൽ മതി. 110 സങ്കീർത്തനം 1 വാക്യം പെട്ടെന്ന് വായിക്കും. സങ്കീർത്തനങ്ങൾ 110:1. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചാൽ മതി. സങ്കീർത്തനം 110:1 വായിക്കാം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. കർത്താവിൻ്റെ അടുത്തിരിക്കണം. ഇതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. വീട്ടിൽ ബാക്കിയെല്ലാം ടെലിവിഷൻ, മൊബൈൽ ഫോൺ, മറ്റു കാര്യങ്ങൾ, ബഹളങ്ങൾ, ആഘോഷങ്ങൾ, ഉല്ലാസങ്ങൾ, ഉത്സവങ്ങൾ, ഇതെല്ലാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥന മറികടക്കാനുള്ള മാർഗങ്ങളായി മാറരുത്. പ്രാർത്ഥനയെ മാറ്റിവെക്കാനുള്ള ഉപാധികളായി മാറരുത്. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയെ ഒരു ശല്യമായിട്ട് കാണരുത്. നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നതും നാളെ നിങ്ങളെ നേരെ നിൽക്കാൻ സഹായിക്കാൻ പോകുന്നതുമെല്ലാം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടത്തുന്ന പ്രാർത്ഥനകളായിരിക്കും. അതുകൊണ്ട് അതാണ് നിങ്ങളെ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്വം എടുക്കണം, കുടുംബനാഥന്മാർ ഉത്തരവാദിത്വം എടുക്കണം, അമ്മമാർ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കും. എൻ്റെ അടുത്ത് ഈ കുടുംബങ്ങളിങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്ന് ചിന്ന ഭിന്നമാവുന്ന അവസ്ഥയിൽ ഇങ്ങനെ അച്ചാവുന്ന സംസാരിക്കാവുന്നൊക്കെ ചോദിച്ചിട്ട് വരും. 100 കേസ് അങ്ങനെ വന്നാൽ ആ 100 കേസിലും ഒരു കാര്യം പൊതുവായിട്ടുണ്ടാവും, ആ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാവില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. 2 ആഴ്ച മുമ്പ് ഞാനൊരു കുടുംബത്തോട് സംസാരിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പിരിയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു സംസാരിച്ചപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, ഞങ്ങളങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? അതായത് ഓരോ കുടുംബത്തെയും തല്ലിപ്പിരിക്കാൻ സാത്താൻ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയില്ല, ദൈവത്തെ വിളിക്കത്തില്ല, ദൈവത്തെ ആരാധിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചേ കേട്ടെ, അതായത് 1-ാം തീയതി, ഇതേത് മാസമാണ്? ഫെബ്രുവരി മാസം 1-ാം തീയതി നിങ്ങൾ 1000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. ഫെബ്രുവരി 2-ാം തീയതി 1000 ഇട്ടു. ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? 28. 30 ഉണ്ടോ? 30 ഉണ്ടോ ഇപ്രാവശ്യം? ഒരു തീരുമാനത്തിൽ എത്തും. എന്നിട്ട് 31 ഉണ്ടോ? ഇപ്പോൾ 29 ഉണ്ടോ? സത്യമാണോ? ആണോ? ആ, അപ്പോൾ ഈ ഫെബ്രുവരി 29, ഓക്കെ, വേണ്ട, ഒരു വഴക്ക് വേണ്ട. മാർച്ച്, ഫെബ്രുവരി വേണ്ട, മാർച്ച് 31. 31 കേട്ടോണേ, 31 ദിവസം നിങ്ങൾ 1000 രൂപ വീതം ബാങ്കിലിട്ടു. പൈസയുടെ കണക്ക് പറയുമ്പോഴെങ്കിലും ചേച്ചി ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും നേരം ശ്രദ്ധിച്ചില്ല, ഇതെങ്കിലും ഒന്ന് കേൾക്ക്. അപ്പോൾ അതായത് 31 ദിവസം 1000 രൂപ വീതം ഇട്ടു. ബാങ്കിൽ എത്ര രൂപ ഉണ്ടാവും? അയ്യോ, 31,000 രൂപ ഉണ്ടാവും. അന്നേരമാണ് ഒരാൾ മാർച്ച് 1-ാം തീയതി 1000 ഇട്ടു, 10-ാം തീയതി 1000 ഇട്ടു, പിന്നെ 20-ാം തീയതി 1000 ഇട്ടു, 31-ാം തീയതി 1000 ഇട്ടു. എത്ര ഉണ്ടാവും? 4000. ഒരാൾ 31 ദിവസം ഇട്ടു, 31,000 ഉണ്ട്. മറ്റേ ആൾ 4 ദിവസം ഇട്ടുള്ളൂ, 4000. കേൾക്കണേ, മാസത്തിൻ്റെ അവസാനമായപ്പോൾ, ഏപ്രിൽ മാസം 1-ാം തീയതി ആയപ്പോൾ വീട്ടിലൊരാവശ്യം വന്നു. വീട്ടിലൊരു ആശുപത്രി കേസ് വന്നു. ആശുപത്രി ചെന്ന് ഡോക്ടറോട് സംസാരിച്ച് ആശുപത്രിയിലെ ചിലവെല്ലാം കണക്ക് കൂട്ടിയപ്പോൾ 31,000 രൂപ വേണം. 31,000 രൂപ വേണം ഈ ആശുപത്രി ചെലവിന്. അപ്പോൾ ആദ്യം ഇട്ട ആള് സന്തോഷത്തോടെ 31,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് കൊച്ചിൻ്റെ ആശുപത്രി ചെലവെല്ലാം മീറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരും. മറ്റേ ആളോ? അന്നേരമാണ് ഷാലോൺ ടെലിവിഷൻ, സെഗിയോൻ ധ്യാനകേന്ദ്രം,
പിന്നെ മനസ്സിലായോ? മധ്യസ്ഥ പ്രാർത്ഥന. രണ്ടാമത്തെ ആൾ 4000 രൂപ ഇട്ടുള്ളൂ. അപ്പോൾ ഈ ബാക്കി 31,000-ൽ 4000 പോയാൽ ബാക്കി എത്രയാണ്? കണക്കൂടെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. 27,000 രൂപ ഇനി വേണം. ആ 27,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അന്നേരം ഓടി നടക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? 1000 രൂപ വീതം ബാങ്കിൽ ഇട്ടതിനേക്കാൾ വലിയ നിക്ഷേപമാണ് ഓരോ വീട്ടിലും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തിനും ഒരു പ്രാർത്ഥനയുടെ അക്കൗണ്ട് ഉണ്ട്, പ്രെയർ അക്കൗണ്ട്, പ്രാർത്ഥനയുടെ അക്കൗണ്ട്. ഇന്ന് ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രെയർ ബാങ്കിൽ അരമണിക്കൂറിൻ്റെ പ്രാർത്ഥനയുടെ നിക്ഷേപം വീണ് കിടപ്പുണ്ട്. നാളെ ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 1 മണിക്കൂറിന് നിക്ഷേപം എൻ്റെ ബാങ്കിൽ കിടപ്പുണ്ട്. ഇതൊന്നും പോകുന്നില്ല. എപ്പോഴാണ് ഈ ജീവിതയാത്രയിൽ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് നമുക്കാവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ വെപ്രാളപ്പെട്ട് കൈനീട്ടി ഇങ്ങനെ പ്രാർത്ഥന ചോദിച്ചോടി നടക്കുന്നതിന് പകരം പ്രാർത്ഥനയുള്ളൊരു കുടുംബത്തിന് ആ സമയത്ത് അവർ പ്രാർത്ഥിച്ച നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കൃപ അവരിലേക്ക് അപ്പോൾ തന്നെ വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരും. ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ നാളെ നീ വിഷമിക്കേണ്ടി വരുത്തില്ല എന്നാണ് ഞാൻ പറയാൻ പോണേ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ നാളെ കിടന്ന് കരയേണ്ടി വരുത്തില്ല. ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് നിക്ഷേപം നിന്റെ അക്കൗണ്ടിൽ ഇത് കിടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രിയ മക്കള്. അതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് 2 ദിവസമേ ഉള്ളൂ. നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത കൊല്ലം നമുക്ക് കൂടുതൽ ദിവസങ്ങൾ എടുക്കാം. നമ്മളൊക്കെ ജീവനോടുണ്ടെങ്കിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ വചനം കേൾക്കാൻ വന്നതിന്. ഇന്നലെ വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇനി നാളെ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം കുഴപ്പമില്ല, നാളെ വരണ്ട. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഈ 2 ദിവസം പറഞ്ഞ 2 കാര്യം. ഒന്ന്, വചനം, ബൈബിള് മുറുകെ പിടിക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കണം. എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ വായിക്കണം. രണ്ടാമത്, എല്ലാ ദിവസവും കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഈ കൺവെൻഷന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങൾ നന്നായിട്ട് നല്ല ജനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ദൈവം ഈ രാത്രിയിൽ വചനത്തെ സാക്ഷ്യപ്പെടുത്തും, വചനത്തെ സ്ഥിരീകരിക്കും. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ നൽകും. കർത്താവ് ഈ വചനം കേൾക്കാൻ വന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്.